ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് സുവോളജിയിലത്തെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഫോക്കസ് ഏരിയയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോപ്പിക്കിലോട്ട് പോകും. ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. ഫോക്കസ് ഏരിയയിൽ വിട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എലിമെൻ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എലിമെൻ്ററി കനാൽ ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻസ്. എലിമെൻ്ററി കനാൽ ഘട്ടാണ്, അന്നകൂല്യ ആഹാരനാളം. എലിമെൻ്ററി കനാൽ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പാർട്സ്. എലിമെൻ്ററി കനാൽ എന്ന് പറയാൻ കഴിഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള പാർട്സുകളാണെന്നാണ് പറയുന്നത്. അതിലൊന്നാണ് ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായുടെ ഉൾഭാഗം, അതന്നെയാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ടീത്തും ടങ്ങും കൺസിസ്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് പല്ലുകൾ നോക്കാം. പലതരം പല്ലുകൾ നമുക്കുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അതിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് പല്ലാണ് തീക്കോഡോണ്ട്. ഈച്ച് ടൂത്ത് ഈസ് പ്രസൻറ്റ് ഇൻ ദ ക്യാവിറ്റി ഓർ സോക്കറ്റ് ഓഫ് ജോ ബോൺ. ദിസ് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈസ് കോൾഡ് തീക്കോഡോണ്ട്. ഈ തീക്കോഡോ എന്ന് പറഞ്ഞുള്ള ടീത്തുകൾ നമ്മളെ ജോ ബോൺസ് താടിയെല്ലിനോട് ചേർന്നിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന പല്ലുകളാണെന്നാണ് പറയുന്നത്. അടുത്തത് ഡെഫിയോഡോണ്ട്. 2 sets of teeth developed in the lifetime of a man. ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിൽ രണ്ട് ടൈപ്പ് പല്ലുകൾ വരുന്നുണ്ട്. ഒന്ന് മിൽക്ക് ടീത്തും ഒന്ന് പെർമനൻറ്റ് ടീത്തും. മിൽക്ക് ടീത്ത് പറഞ്ഞാൽ ചെറിയ കുട്ടികളാകുമ്പോഴുള്ള പല്ലും, പിന്നെ പെർമനൻറ്റ് ടീത്ത് പറഞ്ഞാൽ വലുതായിട്ട് നമുക്ക് പറഞ്ഞു വരുന്ന പല്ലുകൾ. അപ്പോൾ ആ രണ്ട് ടൈപ്പ് പല്ലിനെയാണ് ഡെഫിയോഡോണ്ട് എന്ന് പറയും. ദേ ആർ വീക്ക് ടെമ്പററി ടീത്ത് വിച്ച് ഡെവലപ്പ് ഇൻ ചൈൽഡ്ഹുഡ്. അതാണ് മിൽക്ക് ടീത്ത്. പെർമനൻറ്റ് ടീത്ത് പറഞ്ഞാൽ ഡെവലപ്പ് അറ്റ് ദ ഏജ് ഓഫ് 6 and 7, 6ാമത്തെ വയസ്സിൽ 7ാമത്തെ വയസ്സിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന പല്ലുകളാണ് പെർമനൻറ്റ് ടീത്ത്. ഇനി അടുത്ത ഹെട്രോഡോണ്ട് പല്ലുകൾ എന്താണെന്ന് നോക്കാം. വെൻ ടീത്ത് ആർ ഡിഫറെൻറ്റ് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഈ നമ്മളെ ടീത്തുകൾ സ്ട്രക്ചറിലും ഫംഗ്ഷനിലും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ടൈപ്പ് പല്ലുകൾക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു അഡൽട്ടിന് 32 പെർമനൻറ്റ് ടീത്താണ് ഉള്ളത്. അപ്പോൾ അതിന് 3 ടൈപ്പ് പല്ലുകൾ ഇൻസിസർ, 3 അല്ല 4 ടൈപ്പ് പല്ലുകൾ ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രിമോളേഴ്സ് ആൻഡ് മോളേഴ്സ്. അപ്പോൾ ഈ 4 പല്ലുകൾക്കും 4 ഫംഗ്ഷനാണ് ഉള്ളത്. ഈ പല്ലുകളുടെ സ്ട്രോങ് ഇനാമൽ, അതായത് സ്ട്രോങ് ഇനാമലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചൂയിങ് സർഫേസ് ഫുഡിൻ്റെ മാസ്റ്റിക്കേഷന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ദ ഹാർഡ് ചൂയിങ് സർഫേസ് ഓഫ് ദ ടീത്ത് മെയ്ഡ് അപ്പ് ഓഫ് ഇനാമൽ. ഹാർഡായിട്ടുള്ള ചൂയിങ്ങിനെ ഹെൽപ്പ് ചെയ്യണ സർഫേസ് ഇനാമലോട് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുഡ് മാസ്റ്റിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഡെൻ്റൽ ഫോർമുലയാണ് നോക്കുന്നത്. ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഓൺ ഐദർ സൈഡ് ഓഫ് ഈച്ച് ജോ ഈസ് കോൾഡ് ദ ഡെൻ്റൽ ഫോർമുല. നമ്മളുടെ രണ്ട് സൈഡത്തെ പല്ലുകളിനെ അറേഞ്ച് ചെയ്ത രീതിക്കാണ് നമ്മൾ ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെൻ്റൽ ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നോക്കി പോകേണ്ടത് കേട്ടോ. ചിലപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഈ ഐ എന്നുള്ളത് ഇൻസിസർ, സി എന്നുള്ളത് കനൈന്, പി എന്നുള്ളത് പ്രിമോളാർ, എം എന്നുള്ളത് മോളാർ. ഇനി ടങ്ക് എന്നാണ്. ടങ്ക് ഫ്രീലി മൂവബിളാണ്. എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യും. ഓറൽ കാവിറ്റിയോടും ഫ്രനലത്തോടും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ടങ്കിൻ്റെ മോൾ ഭാഗത്തിന് പാപ്പില്ല എന്നാണ് പറയുക. ഈ പ്രൊജക്ഷൻസ് നമുക്ക് അപ്പർ സർഫേസിൽ കാണാൻ പറ്റും. അങ്ങനെ കുഞ്ഞു ഒരു പ്രൊജക്ഷൻസ് നമ്മൾ നാക്കിലൊക്കെ കാണാൻ പറ്റും. അതിനെ നമ്മൾ പാപ്പില്ല എന്നാണ് പറയുക. ഈ പാപ്പില്ലയിലുള്ള ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മളെ ടേസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് ഫാരിൻസ്. ഇറ്റ് ഈസ് എ ഫണൽ ഷേപ്ഡ് മസ്കുലർ പാസേജ് വിച്ച് സെർവ്സ് ആസ് എ കോമൺ പാസേജ് ഫോർ ദ ഫുഡ് ആൻഡ് എയർ. അതൊരു ഫണൽ ഷേപ്ഡ് മസ്കുലർ പാസേജ് ആണ്, ഫുഡിനും എയറിനും കടന്നു പോകാനായിട്ട് സാധിക്കുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്ട്രക്ചറിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പാരോട്ടിഡ് ഗ്ലാൻഡ്. ഈ ഭാഗമാണ് ഫാരിൻസ്. ഫാരിൻസിൽ കൂടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ശ്വാസനാളത്തിലേക്ക് പോകുന്ന ശ്വാസകോശാണിത്. ഇതിൽ കൂടെ പോകുമ്പോൾ ഫുഡൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലം, ഈസോഫാഗസിലേക്ക് പോകുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും പാസേജ് കൊടുക്കുന്നത് ഫാരിൻസിൽ കൂടെയാണ്. അപ്പോൾ ഈ ഭാഗമാണ് മൗത്ത്, ഈ ഭാഗം ഓറൽ ക്യാവിറ്റി. ഇത് സബ് മാക്സിലറി ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഈസോഫാഗസ്, അന്നനാളം. ഇത് സ്റ്റൊമക്ക്, ഇത് പാങ്ക്രിയാസ്, ഇത് ജെജുനം, ഇത് ഡിസെൻഡിങ് കോളൻ, ഇത് റെക്റ്റം, ഇത് ആനസ്, ഇത് വെർമിഫോം അപ്പൻഡിക്സ്, ഇത് സീക്കം, ഇത് ഇലിയം, ഇത് അസെൻഡിങ് കോളൻ, ഇത് ട്രാൻസ്വേഴ്സ് കോളൻ, ഇത് ഡിയോഡിനം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകണ ഒരു കേർവ് ഉണ്ട്, അതിനാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറയുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. പിന്നെ ഗോൾ ബ്ലാഡറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇത് ലിവറിൻ്റെ ബൈൽ സെക്രീഷൻ വരുന്ന ഒരു ഭാഗമാണ് ഗോൾ ബ്ലാഡർ. അപ്പോൾ ഈ ലിവറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഗോൾ ബ്ലാഡർ ചോദിക്കാൻ സാധ്യത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കേട്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ
ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ. നമുക്ക് ഫാരൻസിലോട്ട് തന്നെ വരാം. ഫാരൻസ് രണ്ടാമത്തെ പോയിന്റ്, ദ ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ വിൻഡ് പൈപ്പ് ഓപ്പൺ ഇൻ ടു ഫാരൻസ്. ദ ഓപ്പണിംഗ് ഓഫ് ദ ഫാരൻസ് ഇൻ ടു ട്രക്കിയ ഇസ് കോൾഡ് ഗ്ലോട്ടിസ്. ഇപ്പം ഫാരൻസിൽ നിന്നും ട്രക്കിയയ്ക്ക് പോണ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിനെ നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയാം. എ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് കോൾഡ് എപ്പിഗ്ലോട്ടിസ് പ്രിവെൻറ്റ്സ് എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഫുഡിനെ ഈ ഗ്ലോട്ടിസിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇനി ഈസോഫാഗസ്, അന്നനാൾ എന്ന് പറയും. ഇറ്റ് ഈസ് എ ലോങ് മസ്കുലർ ട്യൂബ് അബൌട്ട് 30 cm ഇൻ ലെങ്ത് ആൻഡ് കണക്ട്സ് ഫാരൻസ് വിത്ത് ദ സ്റ്റമക്ക്. ഫാരൻസിനെയും സ്റ്റമക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യണ 30 cm വരുന്ന ഒരു ലോങ് ട്യൂബാണ് ഈസോഫാഗസ്, അന്നനാൾ എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. അനാറ്റമിക്കൽ റീജിയൻ ഓഫ് ഹ്യൂമൻ സ്റ്റമക്കാണ് ഈസോഫാഗസ്. സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഈസോഫാഗസ്, പിന്നെ ഫണ്ടസ്, പിന്നെ കാർഡിയാക്ക്, പിന്നെ ബോഡി, പിന്നെ പൈലോറിക്, പിന്നെ സുപ്പീരിയർ പോർഷൻ ഓഫ് ഡിയോഡിനം. അപ്പോൾ ഇങ്ങനെ ഫിഗർ തന്നിട്ട് ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ മാർക്ക് ചെയ്തിട്ട് ചോദിക്കും. ഈ പാട്ട് ഏതാ, ഈ പാട്ട് ഏതാ, എ ബി എന്നൊക്കെ ഇട്ടിട്ട് സ്റ്റൊമക്കിൻ്റെ പാട്ടുകൾ ചോദിക്കും. അപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റൊമക്കാണ്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈഡസ്റ്റ് പാർട്ടാണ്, ജെ ഷേപ്പ്ഡ് ആണ്. പിന്നെ കാർഡിയാക്ക്, ഫണ്ടസ്, ബോഡി, പൈലൂറിക് പാർട്ട് എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ടുള്ള പാർട്ടുകളാണ്. അത് എന്തിനുള്ളതാണ്, എങ്ങനത്തെ ഷേപ്പാണെന്നൊക്കെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ നോക്കാം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോയിൽഡ് നേരെ ട്യൂബുലർ ആൻഡ് ഫോംസ് ദ ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദ എലിമെൻ്ററി കനാൽ. എലിമെൻ്ററി കനാലിലത്തെ ലോങ്ങസ്റ്റ് പാർട്ടാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈന്. അത് വളരെ ചുരുങ്ങിയിരിക്കുന്ന നേരമായിട്ടുള്ള ട്യൂബുലർ ഫോമാണ്. അപ്പോൾ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈന്: ഡിയോഡിനം, ജെജുനം, ഇലിയം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെ ഷേപ്പ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ നോക്കാം. ഇറ്റ് ഈസ് വൈഡർ ദാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനെക്കാട്ടിയും വൈഡറാണത്, കുറച്ചും കൂടി വലിപ്പമുള്ളതാണത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സീക്കം, കോളൻ ആൻഡ് റെക്റ്റം. അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സീക്കം, കോളം ആൻഡ് റെക്റ്റം. കോളൻ ആൻഡ് റെക്റ്റം. അപ്പോൾ ആ പാട്ടുകളും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ജസ്റ്റ് നോക്കി കേട്ടോ. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്, വില്ലയുടെ ഫിഗറാണിത്. വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റുന്ന ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് വില്ല. ഇനി നമുക്ക് പാങ്ക്രിയാസ് നോക്കാം. പാങ്ക്രിയാസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഗ്ലാൻഡ് ഫോംഡ് ഓഫ് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ പാർട്ട്. എക്സോക്രൈനും എൻഡോക്രൈനും ആയിട്ടുള്ള പാർട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കോമ്പൗണ്ട് ഗ്ലാൻഡാണ് പാങ്ക്രിയാസ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് ഓർഗൻ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലിംസ് ഓഫ് യു ഷേപ്ഡ് ഡിയോഡിനം. ഡിയോഡിനത്തിൻ്റെ അവിടെയായിട്ട് കാണാൻ പറ്റുന്ന യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. The exocrine portion secretes alkaline pancreatic juice containing digestive enzyme. The endocrine portion secretes hormones, insulin and glucagon. പാങ്ക്രിയാസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോക്കി വെക്കുക പാർട്സ്. ഇനി നമ്മൾ ഡൈജഷൻ മൗത്താണ് നോക്കുന്നത്. ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത് ആൻഡ് ടഗ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് മാസ്റ്റിക്കേഷൻ. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിളാക്കി മാറ്റണ ഒരു പ്രക്രിയയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുക. ഇത് ഒരു മെക്കാനിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി മൗത്തിൽ ഡൈജഷൻ നോക്കാം. മൗത്തിൽ ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത് ആൻഡ് ടങ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് മാസ്റ്റിക്കേഷൻ. ടങ്കിൻ്റെയും ടീത്തിൻ്റെ ഒക്കെ ഹെൽപ്പിൽ ഫുഡിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് മാസ്റ്റിക്കേഷൻ, ചവയ്ക്കുക എന്ന് പറയും. പിന്നെ ഈ സലൈവ, മ്യൂക്കസ് ഒക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വഴുവഴുപ്പുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് പെരിസ്റ്റാൾസിസ് എന്താണെന്ന് നോക്കാം. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ബോളസ് ത്രൂ ദ ഈസോഫാഗസ് ബൈ സക്സസീവ് വേവ്സ് ഓഫ് മസ്കുലർ കോൺട്രാക്ഷൻ ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. ഈസോഫാഗസിൽ കൂടെ ഒരു വേവിലേക്ക് പോലെ നമ്മൾ കഴിച്ച ഭക്ഷണം പോണേനെയാണ് ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുക. അതൊരു മൂവ്മെൻറ്റിൻ്റെ പറയുന്ന പേരാണ് കേട്ടോ. ഇനി ഡൈജഷൻ സ്റ്റൊമക്ക് നോക്കാം. മ്യൂക്കോസ ഓഫ് സ്റ്റൊമക്ക് ഹാസ് ഗാസ്ട്രിക് ഗ്ലാൻസ്. ദീസ് ഗ്ലാൻസ് ഹാവ് 3 മേജർ ടൈപ്സ് ഓഫ് സെൽസ്: മ്യൂക്കസ്, നെക്ക് സെൽസ്, ചീഫ് സെൽസ് ആൻഡ് പെരിയേറ്റൽ സെൽസ്. ഇനി അടുത്തത് നമുക്ക് കൈം എന്താ നോക്കാം. കൈം എന്ന് പറയുന്നത് ഫുഡ് ആഫ്റ്റർ ഗാസ്ട്രിക് ഡൈജഷൻ ഇൻ അസിഡിക് സെമി ഡൈജസ്റ്റഡ് ആൻഡ് ഇൻ എ പേസ്റ്റ് ലൈക്ക് ഫോം നോൺ ആസ് കെയിം. സെമി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള അസിഡിക് ആയിട്ടുള്ള ഫുഡിനെയാണ് നമ്മൾ കൈം എന്ന് വിളിക്കുക. ദിസ് പാസസ് ലിറ്റിൽ ബൈ ലിറ്റിൽ ത്രോ പൈലോറിക് സ്ഫിങ്ക്റ്റർ ഓഫ് ദ സ്റ്റൊമക്ക് ഇൻ ടു ഡിയോഡിനം ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി ഡൈജഷൻ എന്താ ഇൻറ്റസ്റ്റൈൻ നോക്കാം. ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഈ ഫുഡിനൊക്കെ നന്നായി ഇളക്കി മറിച്ച് അതൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിലുള്ള അസിഡിക് നേച്ചർ ബെയിൽ വഴി നമ്മൾ ആൽക്കലൈൻ നേച്ചറായിട്ട് ഇതാക്കിയിട്ട് അതൊക്കെ റെഡിയാക്കും. അതൊക്കെയാണ് നമ്മളുടെ ഇൻറ്റസ്റ്റൈന്, ഡൈജഷൻ ഇൻറ്റസ്റ്റൈന്. അതുപോലെ നമുക്ക് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഉണ്ട്. ദ സെക്രീഷൻ ഓഫ് ബോത്ത് ദ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് ആൻഡ് ബ്രൂണേഴ്സ് ഗ്ലാൻസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഓർ സ്യൂക്കസ് എൻറ്ററിക്കസ്. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സ്ട്രോ കളേർഡ് ആൽക്കലൈൻ ഫ്ലൂയിഡ് containing
എ നമ്പർ ഓഫ് എൻസൈം മ്യൂക്കസ് ആൻഡ് ഇൻഓർഗാനിക് സോൾട്സ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന മെയിനായിട്ട് അബ്സോർപ്ഷനും സെക്രീഷൻ ഓഫ് മ്യൂക്കസും ലൂബ്രിക്കേഷൻ. ഈ വാട്ടറിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നടക്കുക. അതുപോലെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും, അത് ലൂബ്രിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇൻ ബക്കൽ കാവിറ്റി ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർട്ട്സ് ഇൻ ബക്കൽ കാവിറ്റി. ബക്കൽ കാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായുടെ ഉൾഭാഗത്ത് വെച്ചിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻസൈം സലൈവറി അമിലേസ് ടൈലിൻ ഹൈഡ്രോളിസിസ് അബൌട്ട് 30% ഓഫ് സ്റ്റാർട്ട് ഇൻ ടു എ ഡൈസാക്കറൈഡ് മാൽട്ടോസ്. സ്റ്റാർച്ചിനെ സലൈവറി അമിലേസ് മാൽട്ടോസ് ആക്കി മാറ്റണം. സ്റ്റൊമക്കിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ നടക്കണില്ല. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് പാങ്ക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്ന അമിലോപ്സിൻ പ്രസൻറ്റ് ഇൻ ദ പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഹൈഡ്രലൈസിസ് പോളിസാക്കറൈഡ് ഇൻ ടു ഡൈസാക്കറൈഡ്സ്. സ്റ്റാർച്ചിൽ വെച്ചിട്ട് പാങ്ക്രിയാറ്റിക് അമിലേസ് ഡൈസാക്കറൈഡ്സ് ആക്കി മാറ്റുന്നു സ്റ്റാർച്ചിനെ. ഇനി ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് നോക്കാം. മാൾട്ടോസ് എന്ന് പറയുന്നത് മാൾട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം വഴി ഗ്ലൂക്കോസും പ്ലസ് ഗ്ലൂക്കോസായി മാറുന്നു. സുക്രൈസ് എൻസൈം വഴി ഗ്ലൂക്കോസും ഫ്രക്ടോസായി മാറ്റുന്നു. അതുപോലെ ലാക്ടേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം വഴി ഗ്ലൂക്കോസും ഗാലക്ടോസായി മാറ്റുന്നു. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സമ്മറിയാണ് നോക്കുന്നത്. അബ്സോർപ്ഷൻ്റെ സമ്മറി. ദ സമ്മറി ഓഫ് അബ്സോർപ്ഷൻ ഇൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലത്തെ ഡിഫറെൻറ്റ് പാർട്സിൽ വരുന്ന അബ്സോർപ്ഷൻ്റെ സമ്മറിയാണ് ഈ കിടക്കുന്നത്. ആദ്യം തന്നെ മൗത്ത് നോക്കാം. മൗത്ത് സെർട്ടൈൻ ഡ്രഗ്സ് കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ദ മ്യൂക്കോസ ഓഫ് മൗത്ത് ആൻഡ് ലോവർ സൈഡ് ഓഫ് ദ ടങ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് കാപ്പിലറീസ് ലൈനിങ് ദം. സ്റ്റൊമക്ക് ഒക്കെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, സിമ്പിൾ ഷുഗേഴ്സ് ആൻഡ് ആൽക്കഹോൾ എക്സെട്ര ടേക്ക് പ്ലേസ്. സ്റ്റൊമക്കിൽ വെച്ചിട്ട് വാട്ടറിൻ്റെയും സിമ്പിൾ ഷുഗേഴ്സിൻ്റെയും ആൽക്കഹോളിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. സ്മോൾ ഇൻറ്റസ്റ്റൈനാണ് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ അബ്സോർവ് ചെയ്യണ പ്രിൻസിപ്പൽ ഓർഗൻ. ദ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഹിയർ ആൻഡ് ഫൈനൽ പ്രൊഡക്ട്സ് ഓഫ് ദ ഡൈജഷൻ സച്ച് ആസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ദ മ്യൂക്കോസ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ലിംഫ്. ഡൈജഷൻ അവസാനിക്കുന്നത് ഇവിടെയാണ്. ഈ ഫാറ്റി ആസിഡും ഫ്രക്ടോസും ഗ്ലൂക്കോസും ഗ്ലിസറോളും അമിനോ ആസിഡും ഒക്കെ മ്യൂക്കോസ വഴി ബ്ലഡിൽ സ്ട്രീമിലേക്കും ലിംഫ് വഴി ബ്ലഡ് സ്ട്രീം ആൻഡ് ലിംഫിലേക്കും അബ്സോർവ് ചെയ്യുന്നു. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈൻ നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, സം മിനറൽസ് ആൻഡ് ഡ്രഗ്സ് ടേക്ക് പ്ലേസ്. ചില വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും ചില ഡ്രഗ്സിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത്.